ഇനി നമ്മൾ BTCയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ബിറ്റ് കോയിന്റെ മെയിൻ ആയിട്ടുള്ള ബിറ്റ് കോയിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ കാര്യങ്ങൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിറ്റ് കോയിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് ബിറ്റ് കോയിൻ, അതിന്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ബിറ്റ് കോയിൻ വേൾഡ് വൈഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയാണ്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി, ഫസ്റ്റ് ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ കറൻസി. ഓക്കെ, അതുപോലെ വർക്ക്സ് വിത്തൗട്ട് എ സെൻട്രൽ റിപ്പോസിറ്ററി ഓർ സിംഗിൾ അഡ്മിനിസ്ട്രേറ്റർ. അതെന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, സെൻട്രലൈസ്ഡ് അല്ല, ഒരാൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ അൻ അൺനോൺ പേഴ്സൺ ആൻഡ് സതോഷി നakamoto എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഓൺലി 2009 അദ്ദേഹം ട്രാൻസാക്ഷൻ നടത്തിയത്. ഓക്കെ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പിയർ ടു പിയർ ട്രാൻസാക്ഷൻ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസാക്ഷൻ വെരിഫൈഡ് ബൈ നെറ്റ്വർക്ക് നോട്ട്സ് ആൻഡ് റെക്കോർഡ് ഇൻ പബ്ലിക് ലെഡ്ജർ. ഓക്കെ, അതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത് വെരിഫൈഡ് ബൈ നെറ്റ്വർക്ക് നോട്ട്സ്. നെറ്റ്വർക്ക് നോട്ട്സ് ആരാണ് യൂസ് ചെയ്യുന്നത്? മൈനേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മൈനേഴ്സ് നെറ്റ്വർക്ക് നോട്ട് വെരിഫൈ ചെയ്യും, ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യും. ആൻഡ് റെക്കോർഡഡ് ഇൻ പബ്ലിക് ലെഡ്ജർ, അതൊരു പബ്ലിക് ലെഡ്ജറിൽ റെക്കോർഡ് ആക്കും. ഓക്കെ, ആൻഡ് ഡിജിറ്റൽ ഫയൽ കണ്ടെയ്ൻസ് നെയിംസ് ആൻഡ് ബാലൻസസ്. ഓക്കെ, ആരാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്, അതിന്റെ ബാലൻസസ് എന്താണ് എന്നൊക്കെ ആ ഡിജിറ്റൽ ലെഡ്ജറിലും ഉണ്ടായിരിക്കും. ഓക്കെ, അതിനാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിന്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴിയാണ്. ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് മൈനേഴ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. നോഡ് റൺ ചെയ്യുന്ന മൈനേഴ്സ് ആണ്. ആ മൈനേഴ്സിന് കിട്ടുന്ന ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ കിട്ടുന്ന റിവാർഡ് ആണ് ബിറ്റ് കോയിൻ. ഓക്കെ, റിവാർഡ്സ് പോലെ ബിറ്റ് കോയിൻ കിട്ടും. ഓക്കെ, പിന്നീട് ഇവിടെ ശ്രദ്ധിക്കുക, ഈ പിക്ചർ ശ്രദ്ധിക്കുക, കുറച്ച് മനസ്സിലാക്കി തരാം. ഓക്കെ, ആദ്യം സൈനർ. ഓക്കെ, നമ്മളാണ് സെൻഡ് ചെയ്യുന്ന, നമ്മളാണ് സൈനർ. ഡേറ്റ, ഹാഷിംഗ് ഫംഗ്ഷൻ, ഹാഷ്. ഓക്കെ, ഹാഷ് എന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്പീഡും ട്രാൻസാക്ഷൻ സ്പീഡും ആണ്. ഓക്കെ, ട്രാൻസാക്ഷൻ അതിന്റെ ആക്ഷനെയാണ് പറയുന്നത്. സൈനേഴ്സ് പ്രൈവറ്റ് കീ. അപ്പം നമ്മൾ സെൻഡ് ചെയ്യുന്നത് നമുക്കൊരു പ്രൈവറ്റ് കീ ഉണ്ട്. സൈനേഴ്സ് അൽഗോരിതം, നമുക്കൊരു അൽഗോരിതം ഉണ്ട്. ഓക്കെ, അടുത്ത പാർട്ടിൽ കാണിച്ചു തരാം. പിന്നീട് ഡേറ്റ, നമ്മൾ ഡേറ്റ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, സിഗ്നേച്ചർ വഴി ട്രാൻസ്ഫർ ചെയ്യും. വെരിഫയർ എന്ന് പറഞ്ഞാൽ മൈനർ ആണ്. ഓക്കെ, അത് ഹാഷിംഗ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യും, വെരിഫൈങ് അൽഗോരിതം ചെക്ക് ചെയ്യും. അതിന്റെ പബ്ലിക് കീ, സൈനേഴ്സ് പബ്ലിക് കീ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, സൈനേഴ്സ് പ്രൈവറ്റ് കീ, സൈനേഴ്സ് പബ്ലിക് കീ. ഓക്കെ, ഇവിടെ പബ്ലിക് കീ അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഈക്വൽ ആണോ സെയിം ആണോ ചെക്ക് ചെയ്യും. പിന്നീട് വെരിഫൈ ചെയ്യും, വെരിഫൈ ചെയ്തിട്ട് തിരിച്ചയക്കും. ഓക്കെ, വെരിഫൈ ചെയ്തിട്ട് തിരിച്ചയക്കും. പിന്നീട് പറഞ്ഞിരിക്കുന്ന ലെഡ്ജർ സിസ്റ്റം എല്ലായിടത്തും ട്രാൻസാക്ഷൻ എല്ലായിടത്തേക്കും നടക്കും. എല്ലാ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നടക്കുന്നതെന്ന് പറയുന്നത്. If you want to send money, you simply tell everyone by broadcasting a message with your account, receiver's account and amount of money. നമ്മൾ വേറെ ആൾക്ക് നമ്മുടെ അഡ്രസ് അയച്ചു കൊടുക്കും. അപ്പോൾ അത് നമുക്ക് തിരിച്ചയച്ചു തരും. ഇറ്റ് അവോയ്ഡ്സ് ദ കോൺസെപ്റ്റ് ഓഫ് എനി സെൻട്രലൈസ്ഡ് കൺട്രോൾ. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ഇല്ല, ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, എല്ലാവർക്കും their own കോപ്പി ഉണ്ട് ലെഡ്ജറിന്റെ. ഓക്കെ, നമുക്ക് ട്രാൻസാക്ഷൻ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ബാലൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഓപ്പൺ ആണ്. ഓക്കെ, when a new account number is created, നമ്മളൊരു ബിറ്റ് കോയിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇറ്റ് കംസ് along with a private key. നമ്മുടെ ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും. Private key is mathematically linked to the account number. Before transaction, a signature is created using a cryptography. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് മുമ്പ് ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യും. Okay, to create a signature, a private key and the text from transaction are fed into the function. Okay, ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ പ്രൈവറ്റ് കീ ഒന്ന് കണ്ടു നോക്കാം. ഇറ്റ് ഈസ് എ യുണീക് നമ്പർ. ഓക്കെ, 26 to 35 ഡിജിറ്റ് കോമ്പിനേഷൻ. ബുക്കിൽ ഉണ്ടെങ്കിൽ എഴുതി എടുക്കുക. 26 തൊട്ട് 35 വരെ ഡിജിറ്റൽ കോമ്പിനേഷൻ ആണ്. ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് ഇറ്റ് ലുക്സ് സംതിങ് ലൈക്ക് ദിസ്. ഇതുപോലെ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഇതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നതിന്റെ ബിറ്റ് കോയിന്റെ വാലറ്റ് അഡ്രസ് ഇതുപോലെ ആയിരിക്കും. ഓക്കെ, അതിന് നമ്പേഴ്സ് ഉണ്ടാവും. 26 തൊട്ട് 35 വരെ ഡിജിറ്റൽ കോമ്പിനേഷൻ ആയിരിക്കും. നമ്പർ, ആൽഫബറ്റ്, എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, പ്രൈവറ്റ് കീ മെയിൻ ആയിട്ടും നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ ഇതാണ് ഇതുപോലെയാണ് പ്രൈവറ്റ് കീ. 256 ബിറ്റ് നമ്പർ. ഓക്കെ, 256 ബിറ്റ് നമ്പേഴ്സ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് പ്രൈവറ്റ് കീ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് നമ്പർ ചെയ്യുന്ന വേറെ ആളെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് ട്രാൻസാക്ഷൻ നടത്തുന്നു. ആ ട്രാൻസാക്ഷൻ മൈനേഴ്സ് കംപ്ലീറ്റ് ആക്കും. ഓക്കെ, പിന്നീട് മെയിൻ ആയിട്ടും ബിറ്റ് കോയിന്റെ ട്രാൻസാക്ഷൻ എന്തൊക്കെ പാർട്ടാണുള്ളത്, അതിന്റെ കളർ കോഡിംഗ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഉള്ളത് ട്രാൻസാക്ഷൻ ഐ ഡി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഈ കാണുന്നതാണ് ട്രാൻസാക്ഷൻ ഐ ഡി. യെല്ലോ ഇതാണ് ട്രാൻസാക്ഷൻ ഐ ഡി. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റേഴ്സ് ആൻഡ് മെറ്റാഡേറ്റ. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്യുന്ന മെറ്റാഡേറ്റ. ഓക്കെ, ഡിസ്ക്രിപ്റ്റേഴ്സ് ആൻഡ് മെറ്റാഡേറ്റ ഇൻ വിച്ച് കളർ. ഓക്കെ, ഇറ്റ് ഈസ് ബ്ലൂ ക്ലോർലി ബ്രേസ് എലാബറേറ്റഡ് അപ്പോൺ ദ റൈറ്റ്. ഓക്കെ, ബ്ലൂ കളറിൽ ഇതാണ് ഈ കാണിക്കുന്നത്. ഇതാണ് മെറ്റാഡേറ്റ. വേർ, വിൻ,
ഓക്കെ, ഇതാണ് മെറ്റാഡേറ്റ. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നു. ഓക്കെ, മെറ്റാഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്ന ഡേറ്റയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, ഇൻ ഡേറ്റ. ഓക്കെ, പിന്നീട് ഇൻപുട്സ് പിങ്ക് ഏരിയ. ഓക്കെ, ഇൻപുട്സ്. ഓക്കെ, നമ്മൾ എന്താണോ സെൻഡ് ചെയ്യുന്ന അതിന്റെ ട്രാൻസാക്ഷൻ എന്താണോ അതാണ് ഇൻപുട്സ്. ഓക്കെ, അതുപോലെ തന്നെ മണി സെൻഡ് ടു അതേഴ്സ്. ഓക്കെ, ഔട്ട്പുട്ട് ഗ്രീൻ ഏരിയ. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഗ്രീൻ ഏരിയ ആണ്. പിങ്ക് ഏരിയയിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന, ഗ്രീൻ ഏരിയയിൽ അവരുടെ മണി റിസീവ്ഡ് ആയോ എന്നുള്ള ഷോ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഈ ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബിറ്റ്കോയിന്റെ ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഹാഷ് റേറ്റ്, സോറി, ട്രാൻസാക്ഷൻ ഐ ഡി, പിന്നീട് മെറ്റാഡേറ്റ, പിന്നീട് ഇൻപുട്സ്, അവസാനം ഔട്ട്പുട്സ്. ഓക്കെ, ഇത്രയാണ് ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസാക്ഷൻ മൈനറിന് അവാർഡ് കൊടുക്കുന്നതാണ്, ഒരു ബിറ്റ്കോയിൻ BTCയുടെ റിവാർഡ്സ് കൊടുക്കുന്നതാണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ. അതിനാണ് മൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, മൈനിങ്ങിന് യൂസ് ചെയ്യാനുള്ള മെഷീൻസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെയിനായിട്ടും NVIDIA GTX ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വാലറ്റ് നമുക്ക് യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ വാലറ്റ്, മൈസീലിയം, അങ്ങനെയുള്ള വാലറ്റ്, കോയിൻ ബേസ് വാലറ്റ്, ഇലക്ട്രോം, അങ്ങനെയുള്ള നല്ല വാലറ്റുകളൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാം. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നോ തേർഡ് പാർട്ടി ഇല്ല, നോ ടാക്സ് ഇല്ല, നോ ട്രാക്കിംഗ്, ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, നോ ചാർജസ്, ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്പെറന്റ്, ഫ്യൂവർ റിസ്ക് ഉള്ളൂ. ഡിസഡ്വാൻറ്റേജസ്, ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അവയർനെസ് ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള മൈനിങ് കോസ്റ്റ്, ലാർജ് എനർജി കൺസപ്ഷൻ. അതാണ് ഇപ്പൊ പ്രശ്നം വന്നിരിക്കുന്നത്. ചില കൺട്രിയിലൊക്കെ ബാനിങ് ആക്കിയാണ്. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ മൈനിങ് നടക്കുന്നത്. എന്നാലും സ്റ്റിൽ ക്വൈറ്റ് അൺസ്റ്റേബിൾ ആൻഡ് കറൻസി വാല്യൂ ക്യാൻ ഗോ അപ്പ് ആൻഡ് ഡൗൺ റാപ്പിഡ്ലി. വളരെ വേഗം അപ്പ് ഡൗണിലേക്ക് ആവാൻ സാധ്യതയുണ്ട് BTCയുടെ ഒക്കെ. ഞാൻ പറഞ്ഞിരുന്നു $3000 $4000 ഒക്കെ ഒരു ദിവസം തന്നെ ചിലപ്പം ചേഞ്ചസ് ഉണ്ടാവാം. ഇപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഓക്കെ, ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ വേസ്റ്റ് ആസ് മച്ച് ആസ് ഇലക്ട്രിസിറ്റി ടേക്സ് ടു പവർ ഓഫ് ആൻ അമേരിക്കൻ ഹോം ഫോർ എ വീക്ക്. ഒരാഴ്ചയ്ക്ക് അമേരിക്കൻ ഹോം യൂസ് ചെയ്യുന്ന കറണ്ട് ഒരു ട്രാൻസാക്ഷൻ, ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ വേസ്റ്റ് ചെയ്യുന്നു, മൈനിങ് ചെയ്യാനായിട്ട് വേസ്റ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ബിറ്റ്കോയിൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഈ കൊറോണ സമയത്തൊക്കെ വളരെയധികം സഹായിക്കാൻ ആഫ്രിക്കയിലും ഇന്ത്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രിപ്റ്റോ കറൻസി ആളുകളാണ് കൂടുതലായിട്ട് സഹായിക്കുന്നത്. അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും ഫ്യൂച്ചറിൽ നല്ല ഒരു ഇതുണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് BTCനെ കുറിച്ച്. പിന്നീട് ആദ്യമായിട്ടും അതുപോലെ ഏറ്റവും നന്നായിട്ടും ട്രാൻസാക്ഷൻ നടത്താൻ പറഞ്ഞു, ഇന്റർനെറ്റ് ഇല്ലാതെ ട്രാൻസാക്ഷൻ നടത്തുന്ന BTCയിലാണ്. BTC നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മെയിനായിട്ടും സാറ്റലൈറ്റ് വഴി, സാറ്റലൈറ്റ് കിറ്റ് ഉണ്ട്, സാറ്റലൈറ്റ് കിറ്റ് വഴി നമുക്ക് ട്രാൻസ്ഫർ നടത്താം. അതുപോലെ തന്നെ നമുക്ക് റേഡിയോ തരംഗങ്ങൾ വഴി നമുക്ക് BTCനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് BTCയുടെ മെയിൻ ആയിട്ട് കാര്യം. BTC ഏത് ജനറേഷൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്? BTC ഫസ്റ്റ് ജനറേഷൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് എന്താ പറയുക, ഹൈലി സെക്യൂർഡ് ആണ്. Subscribe now.